ഇന്നത്തെ യാത്ര ഹോളണ്ട് എന്ന നെതർലൻഡ്സിലൂടെയാണ്. നെതർലൻഡ്സ് അതായത് ലോവർ കൺട്രീസ്, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന സമതല ഭൂപ്രദേശം. ലോവർ കൺട്രീസിന്റെ പട്ടികയിൽ നെതർലൻഡ്സിന് പുറമെ ബെൽജിയം, ലക്സംബർഗ് എന്നീ രാജ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളം അബ്സോർബ് ചെയ്യുന്ന, റീസൈക്കിൾ ചെയ്യുന്ന റോഡുകളാണ് ഇവ. ഫിലിപ്സ് എന്ന ലോക പ്രശസ്ത ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിന്റെ ജന്മനാടാണ് നെതർലൻഡ്സ്. ഇന്നത്തെ യാത്ര വോളൻഡാം, അവിടെ നിന്ന് മർക്കൻ ദ്വീപിലെ കാഴ്ചകൾ, പിന്നീട് സാൻസ് ഷാൻസിലെ വിൻഡ് മില്ലുകൾ, ചീസ് ടേസ്റ്റിംഗ്, വുഡൻ ഷൂ ഫാക്ടറി, അത് കഴിഞ്ഞ് ആംസ്റ്റർഡാമിലേക്ക്. ആദ്യം വോളൻഡാം ഹാർബറിലേക്ക്, അവിടെ നിന്നും ചെറിയൊരു ക്രൂയിസിൽ മർക്കമീർ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന മർക്കൻ ദ്വീപിലെ തടി കൊണ്ടുള്ള വീടുകളുടെ കാഴ്ചകളിലേക്ക്. മർക്കൻ ദ്വീപിനെ മർക്കമീർ തടാകത്തിലൂടെ ഒരു റോഡ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ടൂറിസ്റ്റുകൾ കൂടുതലും ക്രൂയിസ് യാത്രയാണ് സെലക്ട് ചെയ്യുന്നത്. പാലുൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ടാങ്കറാണിത്. പാലും പാലുൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് ഇവിടുത്തെ ചീസ് വളരെ പ്രശസ്തവും നെതർലാൻഡ്സിന്റെ എക്കോണമിക്ക് വലിയ ഒരു മുതൽക്കൂട്ടുമാണ്. ഒരു ടണൽ. യൂറോപ്പ് പൊതുവെ പാലും പാലുൽപ്പന്നങ്ങൾക്കും പേരുകേട്ടതാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പുൽത്തകിടി വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കന്നുകാലികൾ വിശ്രമിക്കുന്നത് കണ്ടോ? ഈ പുല്ല് തന്നെയാണ് കന്നുകാലികൾക്ക് തീറ്റയായി കൊടുക്കുന്നത്. അതായത് പുൽമേടുകൾ വച്ചു പിടിപ്പിച്ചവയാണ്. ഈ സൈഡുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ചരിഞ്ഞ വേലി പോലെയുള്ളത് സൗണ്ട് ബാരിയറുകൾ ആണ്. ഈ ബാരിയറുകൾക്കപ്പുറം വീടുകളും ഗ്രാമങ്ങളുമാണ്. റോഡിലെ ശബ്ദമലിനീകരണം വീടുകളെയും ഗ്രാമങ്ങളെയും ബാധിക്കാതിരിക്കാനാണ് ഈ സൗണ്ട് ബാരിയറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ റോഡുകളിലൊക്കെ പൊടി തീരെ കുറവാണ്. ഒരു മറീന ആണ് ആ ബാരിയറുകൾക്കപ്പുറം കാണുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം ഏകദേശം ഒരേ രീതിയിൽ നിർമ്മിച്ചവയാണ്. പഴയ ഒരു വിൻഡ് മിൽ, ധാന്യങ്ങൾ പൊടിക്കുന്നതിനും ജലസേചനത്തിനുമൊക്കെയാണ് ഈ വിൻഡ് മില്ലുകൾ ഉപയോഗിക്കുന്നത്. വോളൻഡാം ഹാർബറിലേക്ക് പോകുന്ന വഴിയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയ. പല വീടുകളും തമ്മിലുള്ള സെപ്പറേഷൻ വീടിന്റെ ഒരു ഭിത്തി തന്നെയാണ്. തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും അഗ്രഹാരങ്ങൾ ഓർമ്മ വരുന്നു. ഈ വീടുകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതാണ് വോളൻഡാം ഹാർബർ. മാർക്കൻ ദ്വീപിലേക്ക് ഒരു അരമണിക്കൂർ യാത്ര കാണും. ഇതാണ് മാർക്കനിലേക്ക് സർവീസ് നടത്തുന്ന ക്രൂയിസുകളിൽ ഒന്ന്. ജാൻ സ്മിത്ത് എന്നാണ് പേര്. ഹാർബറിന്റെ ബെർത്തിലേക്ക് അടുപ്പിക്കുകയാണ്. വോളൻഡാം ഹാർബർ ശരിക്കും ഒരു പഴയ ഫിഷിംഗ് വില്ലേജും ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനുമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണം കളർഫുൾ ആയിട്ടുള്ള ഫിഷിംഗ് ബോട്ടുകളാണ്. മാർക്കൻ ദ്വീപിലേക്കുള്ള യാത്ര ആരംഭിച്ചു.
ഹാർബറിന്റെ ബ്രേക്ക് വാട്ടറിനോട് ചേർന്ന് ആഡംബര നൗകകൾ അടുപ്പിച്ചിരിക്കുന്നത് കണ്ടോ? ഈ ബ്രേക്ക് വാട്ടറിലെ നടപ്പാതയിലൂടെ ടൂറിസ്റ്റുകൾക്കും നടന്നു വരാവുന്നതാണെന്ന് തോന്നുന്നു. ആ കാണുന്ന ഗ്യാപ്പിലൂടെയാണ് ബ്രേക്ക് വാട്ടറിന് പുറത്തേക്ക്, അതായത് മെർക്കമീർ തടാകത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇടതുവശത്ത് ചെറിയ ഒരു കുടില് പോലെയും അതിന് മുൻഭാഗത്തായി ഒരു ലൈറ്റും കണ്ടോ? അതാണ് വോളൻഡാം ഹാർബർ ലൈറ്റ് ഹൗസ്. വളരെ ചെറുതാണ്. ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ചെറിയ ക്രൂയിസ് ആണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയ ജലവാഹനം. അതിനുള്ള ഗ്യാപ്പ് മാത്രമേ ഇവിടെയുള്ളൂ. പിന്നെ ഫിഷിംഗ് ബോട്ടുകളും യാച്ചുകൾ പോലുള്ള ചെറിയ യാനങ്ങളുമാണ്. അവയ്ക്ക് ഈ ചെറിയ ലൈറ്റ് ഹൗസ് മതിയാവും. ഒരു ഡ്രഡ്ജർ ആണ് ആ കാണുന്നത്. ക്രൂയിസിന്റെ മുകളിലത്തെ ഡെക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റൊരു ഡ്രഡ്ജർ. ആ കാണുന്ന വിൻമില്ലുകളും കരഭാഗവും നേരത്തെ ഞാൻ പറഞ്ഞ ലേക്കിലൂടെയുള്ള മെർക്കനിലേക്കുള്ള റോഡാണ്. മാർക്കൻ ഹാർബറിലേക്ക് എത്താറായി. തടി ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളുള്ള ഗ്രാമങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഈ കാറുകൾ മുൻപ് പറഞ്ഞ റോഡിലൂടെ എത്തിയവയായിരിക്കും. മാർക്കനിലെ തടി കൊണ്ടുള്ള വീടുകൾ, ഒരു സെയിൽ ബോട്ട് മാർക്കൻ ഹാർബറിലേക്ക് പ്രവേശിക്കുകയാണ്. മാർക്കൻ ഹാർബറിലെ യാച്ചുകൾ കാണാം. മാർക്കൻ ഹാർബറിന്റെ ദൃശ്യങ്ങൾ. മാർക്കൻ ദ്വീപിലെ തടി കൊണ്ടുള്ള വീടുകൾക്കിടയിലൂടെ നടക്കാം, അല്ലെങ്കിൽ സൈക്കിളിൽ സഞ്ചരിക്കാം. ഈ തടി കൊണ്ട് ഫെൻസിംഗ് ചെയ്തിരിക്കുന്നത് സൈക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. മനോഹരമായ സ്ഥലം, നല്ല ആംബിയൻസ്, വീടുകളെല്ലാം ഏകദേശം ഒരുപോലെ. യൂറേഷ്യൻ കൂട്ട്, നമ്മുടെ നാട്ടിലെ കുളക്കോഴിയുടെ ഒരു വർഗം, ഇരപിടിക്കുകയാണ്. തടി കൊണ്ടുള്ള വീടുകൾ, കനാലുകൾ, അതിനു കുറുകെയുള്ള തടി കൊണ്ടുള്ള പാലങ്ങൾ എന്നിവയാണ് കാഴ്ചകൾ. ചെറുതും വലുതുമായ വീടുകളുണ്ട്. ഏതായാലും തിരികെ വോളൻഡാമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവിടെ വിൻഡ് മില്ലുകളും ചീസ് ടേസ്റ്റിങ്ങും വുഡൻ ഷൂ ഫാക്ടറിയും മറ്റുമുണ്ടല്ലോ. വോളൻഡാമിലേക്ക് പോകാനായി മർക്കൻ ഹാർബറിലെത്തി. ഇങ്ങോട്ട് വന്ന ജാൻ സ്മിത്ത് എന്ന ക്രൂയിസ്. ജാൻ സ്മിത്തിൽ തന്നെയാണ് തിരികെയുള്ള യാത്ര. വോളൻഡാമിലേക്ക് യാത്ര പുറപ്പെട്ടു. മനോഹരമായ ഗ്രാമമായിരുന്നു മാർക്കൻ. രണ്ട് സെയിലിംഗ് ബോട്ടുകൾ. ചരിഞ്ഞാണ് സെയിലിംഗ് ബോട്ടുകൾ നീങ്ങുന്നത്. സൈഡിൽ ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നാണ് സെയിലിംഗ് ബോട്ട് യാത്ര. ദിശ നിയന്ത്രിക്കാൻ സ്റ്റിയറിംഗുമുണ്ട്. സാൻസ് ഷാൻസിലെത്തി. അതിരുകൾ തിരിച്ചിട്ടില്ലാത്ത വീടുകൾ.
സാൻസ് ഷാൻസിലെ വിൻമില്ലുകൾ. ഇതിൽ 2 ഒഴികെ ബാക്കിയുള്ളവ ഇവിടേക്ക് റീലൊക്കേറ്റ് ചെയ്തതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണിവ. 13-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ വിൻഡ് മില്ലുകൾ ഉണ്ടായിരുന്നു. പുല്ലുമേയുന്ന കന്നുകാലികൾ. ഇവിടുത്തെ ചീസ് ഫാക്ടറിയുടേതാവും ഇവ. €17.5 ആണ് എൻട്രി ഫീ. അതായത് 1750 രൂപയോളം വരും. ആ ഭീമാകാരൻ വീലുകൾ കണ്ടോ? ആ ഗ്ലാസ് ഇട്ട റൂമിനകത്ത് വീലുകൾ കറങ്ങുന്നുമുണ്ട്. മുകളിൽ വിൻമില്ലിന്റെ ലീഫുകൾ കാറ്റത്ത് കറങ്ങുമ്പോൾ അതുമായി തടി കൊണ്ടുള്ള ഗിയറുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വീലുകളും കറങ്ങുന്നു. ഇതിപ്പോൾ ധാന്യങ്ങൾ പൊടിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിൻമില്ലാണെന്ന് തോന്നുന്നു. ധാന്യങ്ങൾ പൊടിക്കുന്നതിന് പുറമെ വെള്ളം പമ്പ് ചെയ്യുന്നതിനും തടി അറുക്കുന്നതിനും പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഈ വിൻമില്ലുകൾ ഉപയോഗിക്കുന്നു. വിൻമില്ലിന്റെ ഗിയർ സിസ്റ്റം. 2 തരം വിൻഡ് മില്ലുകൾ ഉണ്ട്. പോൾഡർ മില്ലും ഇൻഡസ്ട്രിയൽ മില്ലും. വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പോൾഡർ മില്ല്. ബാക്കിയുള്ളവ ഇൻഡസ്ട്രിയൽ മില്ലുകളാണ്. വിൻമില്ലിന്റെ കാറ്റത്ത് കറങ്ങുന്ന ലീഫുകൾക്കടുത്തേക്ക് പോകാം. ലീഫ് കറങ്ങുന്നതിന്റെ നിഴൽ കണ്ടോ? ഭീമാകാരൻ ലീഫുകളാണ്. തടി കൊണ്ടുള്ള ഫ്രെയിമിൽ ക്യാൻവാസോ തുണിയോ വലിച്ചു കെട്ടിയാണ് ലീഫ് നിർമ്മിച്ചിരിക്കുന്നത്. ലീഫുകൾ ഉറപ്പിച്ചിരിക്കുന്ന ടവർ പോലുള്ള ബിൽഡിങ്ങിന് പുറം ഭാഗം മുളം തണ്ടുകളും അതിനു മുകളിൽ നെറ്റും ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് മില്ലുകൾ ഇന്ത്യയിലുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ മുകളിൽ തെളിയും. കറങ്ങുന്ന ലീഫിന് അടുത്തേക്ക് പോകാം. നമ്മുടെ ദേഹത്ത് തട്ടിയാൽ തെറിച്ച് താഴെ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. തിരികെ താഴേക്ക് ഇറങ്ങാം. സ്റ്റെപ്പുകൾ വളരെ സ്റ്റീപ്പാണ്. നമ്മുടെ നാട്ടിലെ പഴയ വീടുകളുടെ തട്ടിൻ പുറത്തേക്ക് കയറാനുള്ള ഗോവണികൾ പോലെ. കയറുന്നതിനേക്കാൾ പാടാണ് താഴേക്കിറങ്ങാൻ. തടി കൊണ്ടുള്ള ഗിയർ സിസ്റ്റം. സാൻസ് ഷാനിൽ തന്നെയുള്ള ഹെൻറി വില്ലിംഗ് ചീസ് ഫാക്ടറിയിലേക്ക് പോകാം. ഇവർക്ക് നെതർലാൻഡ്സിന്റെ പല ഭാഗത്തും ഫാക്ടറികളും ഔട്ട്ലെറ്റുകളും ഉണ്ട്. ആടിന്റെയും പശുവിന്റെയും അവയുടെ തൊഴുത്തിന്റെയും ഒക്കെ മാതൃക. പശുവിന്റെ പാല് കറക്കുന്നതിന്റെ ഒരു ദൃശ്യം. ആടും ചെമ്മരിയാടും. ഇവിടെ നമുക്ക് ചീസ് ടേസ്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടത് വാങ്ങുകയും ചെയ്യാം. സ്പൈസിയും മധുരമുള്ളതും അങ്ങനെ പല രുചികളിലുള്ള ചീസ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു അമ്മൂമ്മ ചീസ് തലയിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ചീസ് ടേസ്റ്റ് ചെയ്യാനുള്ള കൗണ്ടറുകൾ.
സ്പൈസി ചീസിനാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ. ഈ ഹാളിൽ മുഴുവൻ വിവിധ തരത്തിലുള്ള ചീസുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചീസ് ടേസ്റ്റിംഗ് കൗണ്ടറുകളും ഉണ്ട്. നല്ല തിരക്കുണ്ട് ഹാളിൽ. വാങ്ങാനും തിരക്കാണ്. കന്നുകാലികളുടെ തോൽ ഉപയോഗിച്ച് നിർമ്മിച്ച ലെതർ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ തന്നെയുള്ള തടി കൊണ്ടുള്ള ഷൂ ഫാക്ടറിയാണിത്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സംഭവം കൂടിയാണ്. പണ്ടുകാലത്ത് കല്യാണങ്ങൾക്കും അതുപോലെ പല വിശിഷ്ട സന്ദർഭങ്ങളിലും തടി കൊണ്ടുള്ള ഷൂ ഇട്ട് ഡാൻസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. നല്ല ഡിസൈനും പെയിന്റിങ്ങുമുള്ള ഷൂകൾ. വലതുവശത്ത് മുകളിലിരിക്കുന്ന ഷൂ കണ്ടോ? നമ്മുടെ ചുണ്ടൻ വള്ളത്തിന്റെ ചുണ്ട് വളച്ച് മുകളിലേക്ക് ആക്കിയതുപോലുണ്ട്. കൊത്തുപണികൾ ഉള്ള ഷൂ. ഇതൊക്കെ ലേഡീസിനുള്ള ഷൂകളാണെന്ന് തോന്നുന്നു. നിറയെ രത്നങ്ങൾ പതിച്ചതുപോലെ തിളങ്ങുന്ന ഷൂ പ്രത്യേകം വെച്ചിരിക്കുകയാണ്. വില കൂടിയതായിരിക്കും. ഷൂ നിർമ്മിക്കുന്നതിനുള്ള യന്ത്രങ്ങളും മറ്റും. ലേത്ത് പോലുള്ള യന്ത്രങ്ങൾ. തറയിൽ നിറയെ അറക്കപ്പൊടി. വിവിധതരം യന്ത്രങ്ങൾ. ഷോറൂമാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഷൂകൾ. ആ തൂണിനപ്പുറം ഒരാൾ ഷൂ ഇട്ട് ഡാൻസ് ചെയ്യുന്നു. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ പെയിന്റ് ചെയ്ത ഷൂകൾ. ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. ആംസ്റ്റർഡാം നഗരത്തിലെത്തി. മോസസ് ആൻഡ് ആരോൺ ചർച്ചാണ് മുന്നിൽ കാണുന്നത്. ആംസ്റ്റർഡാമിലൂടെ ഒഴുകുന്ന ആംസ്റ്റൽ നദിയുടെ തീരത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത്. ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ ധാരാളം ബോട്ടുകൾ ആംസ്റ്റൽ നദിയിൽ കാണാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സൈഡുകളിലും മുകളിലും ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിച്ച ബോട്ട്. ചെറിയ ബോട്ട് നല്ല വേഗതയിൽ പോകുന്നത് കണ്ടോ? സൈക്കിളുകളിൽ സഞ്ചരിക്കുന്ന നാട്ടുകാരെയും ടൂറിസ്റ്റുകളെയും കാണാം. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ള ബോട്ടാണെന്ന് തോന്നുന്നു.
അടുത്ത കാറ് ടെസ്ലയുടെ ഒരു ടാക്സി കാറാണ്. ഈ കുതിരപ്പുറത്തിരിക്കുന്ന യുവതിയുടെ പ്രതിമ നെതർലൻഡ്സിനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ക്വീൻ വിൽഹെമിനയുടേതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.